parish members, and everybody gathered here today. Today is a very special occasion for all of us. It is with great honor and reverence that we welcome His Excellency, Most Reverend Mar John Panandorathil, second Bishop of the Melbourne Eparchy of the Syro-Malabar Church, to our parish. We have this opportunity today to share in his wealth of spiritual guidance as we've gathered here in our faith. We also have the esteemed presence of many more beloved priests who have come to share this evening with us. We're truly blessed to have all of you here today with us. Thank you for joining us on stage. I extend to all of you a very warm and heartfelt welcome on behalf of the whole parish and the community gathered here. And now, in honor of our guests, we have a beautiful lineup of events today. To kick off our celebrations, I would like to invite Mrs. Emilia Abraham and Mrs. Roshna Akhil to lead us with a prayer song. Thank you, Emilia and Roshna. അടുത്തതായി സ്വാഗത പ്രസംഗത്തിനായി മെൽബൺ മലങ്കര കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ വികാരി ബഹുമാനപ്പെട്ട ഫിലിപ്പ് മാത്യു വെട്ടിക്കാട്ടച്ചനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അഹ്റോൻ്റെ തലയിൽ നിന്ന് താടിയിലേക്കിറങ്ങി അങ്കിയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണത്. സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൻ മഞ്ഞ് പോലാണത്. അവിടെയാണ് കർത്താവ്
തൻ്റെ അനുഗ്രഹവും സ്നേഹവും ജീവനും പ്രദാനം ചെയ്യുന്നത്. അഭിവന്യ പിതാവേ, ഒന്നിരായ വൈദികരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ കുടുംബാംഗങ്ങളെ, സ്നേഹനിധിയായ കുഞ്ഞുങ്ങളെ, പ്രിയ സുഹൃത്തുക്കളെ, അതിരറ്റ ആഹ്ലാദത്തോടും അഭിമാനത്തോടും കൂടി ഒരു സഭയായി നാം ഇന്ന് ഈ അൾത്താരയോട് ചേർന്ന് നിന്ന് ദൈവം ചെയ്ത നന്മകളെ വിനയപൂർവം അനുസ്മരിക്കുകയാണ്. ആഗോള കത്തോലിക്ക സഭയിലെ ഒരു വ്യക്തിഗത സഭയും മലങ്കര കത്തോലിക്ക സഭയോട് എന്നും സ്വന്തമായി വർത്തിക്കുന്ന സീറോ മലബാർ സഭയിൽ മെൽബൺ രൂപതയ്ക്കായി രണ്ടാമത്തെ ഇടയനായി അഭിഷേകം ചെയ്യപ്പെട്ട മാർ ജോൺ പനന്തോട്ടൻ പിതാവിനെ നിറഞ്ഞ ഹൃദയത്തോടെ നാം ഇന്ന് സ്വീകരിക്കുകയാണ്. കണ്ണൂർ പേരാവൂർ എന്ന കുടിയേറ്റ ഗ്രാമത്തിൽ പരേതനായ ജോസഫിൻ്റെയും ത്രേസ്യയുടെയും മകനായി 1966 മെയ് മാസം 31 അഭിമന്യ പിതാവ് ജനിച്ചു. ജന്മമേകി ദൈവത്തിൻ്റെ കരങ്ങളിൽ പുരോഹിതനാകുവാൻ തങ്ങളുടെ കുഞ്ഞിനെ തിരികെ നൽകിയ മാതാപിതാക്കളെ നന്ദിയോടെ ഇത്തരണത്തിൽ സ്മരിക്കുന്നു. 57 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന ജെറമ്യ പ്രവചനം അനുസ്മരിപ്പിച്ച് സൗമ്യനും ദീർഘദർശിയും ദൈവത്തോടും മനുഷ്യരോടും ഒപ്പമായിരിക്കാൻ ഇഷ്ടവുമുള്ള, നിറഞ്ഞ ചിരിയോടെ ഏവരെയും തുല്യതയോടെ ചേർത്ത് നിർത്തുവാൻ പ്രാപ്തിയുമുള്ള ജോൺ പനന്തോട്ടത്തിൽ പിതാവിനെ ദൈവം നൽകിയതും 2023 മറ്റൊരു മെയ് മാസം 31 എന്നത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമാണെന്ന് വിസ്മയത്തോടെ ഞാൻ നോക്കിക്കാണുകയാണ്. ഇക്കാലയളവിനുള്ളിൽ കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് CMI സഭാംഗമായ അഭിമന്യ പിതാവ് 1997 ഡിസംബർ 26 പൗരോഹിത്യം സ്വീകരിക്കുകയും വിവിധ രൂപതകളിലും വിവിധ രാജ്യങ്ങളിലും അജപാലന ശുശ്രൂഷ നിർവഹിച്ച് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണനിർവഹത്തിൻ്റെ പ്രാവീണ്യം തിരിച്ചറിഞ്ഞ് 2 തവണ CMI കോഴിക്കോട് പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായി അഭിമന്യ പിതാവ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ MA ബിരുദം കരസ്ഥമാക്കിയ അഭിമന്യ പിതാവ് നല്ല അധ്യാപകനും അസാമാന്യ ഗായകനുമാണ് എന്നത് ഓസ്ട്രേലിയയിലെ സീറോ മലബാർ സഭാ സമൂഹത്തിൻ്റെ ഭാഗ്യമായി ഞാൻ കാണുകയാണ്. ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ പ്രതിനിധിയായ അങ്ങയുടെ മഹനീയ സാന്നിധ്യം പിതാവെ ഞങ്ങൾക്ക് ഏറെ ആനന്ദം പകരുന്നു. നോട്ട് ഇൻ ലോ ബട്ട് ഇൻ ലവ്. അങ്ങ് ഞങ്ങളുടെയും പിതാവാണ് എന്ന് ഞങ്ങളേറെ അഭിമാനപൂർവം പറയുകയാണ്. ദൈവം അങ്ങയെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ദൈവഹിതപ്രകാരം പൂർത്തീകരിക്കുവാൻ അങ്ങയെ ദൈവം ശക്തനാക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യവും ആശീർവാദവും പ്രാർത്ഥനയും ഞങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകട്ടെ. മലങ്കര കത്തോലിക്ക സഭയുടെ വിരുന്നുകാരന്, ഞങ്ങളുടെ അത്യഭിവന്യ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവായുടെ ഉറ്റ ചങ്ങാതിക്ക്, ഞങ്ങളുടെ എല്ലാമായ അഭിവന്യ ജോൺ പനന്തോട്ടൻ പിതാവിന് ഞങ്ങളുടെ സ്നേഹഭവനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വർഗീസ് കുരിശിങ്കൽ അച്ഛൻ ഞാനാണെന്ന് ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വം. മെൽബണിലെ മലയാളി അച്ഛന്മാരുടെ ചങ്ക് ബ്രോ,
അവർ ലേഡീസ് ക്രിക്കിബേൺ ചർച്ചിൻ്റെ വികാരി അച്ഛനെ വർഗീസ് അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്വാഗതം. ശാന്തമായ പ്രകൃതം, എന്നാൽ ശക്തമായ സാന്നിധ്യം, സ്നേഹ സാന്നിധ്യമായി എന്നും കൂടെ സഞ്ചരിക്കുന്ന ആരാണെന്ന് പറയാമോ? ക്ലേറ്റൺ സെയിൻറ്റ് ആൻഡ്രൂസ് വികാരിയച്ഛൻ ഷിബു ജോസഫ് അച്ഛന് മലങ്കരയുടെ മണ്ണിലേക്ക് സ്വാഗതം. ഷാബിൻ കണിയാമ്പുറം അച്ഛൻ നമ്മുടെ വികാരിയച്ഛനാണ്. വ്യക്തിപരമായി എന്നോടും ഈ സഭയോടും പറഞ്ഞറിയിക്കാനാവാത്ത കരുതൽ കാട്ടുന്ന ഉറ്റ സുഹൃത്ത്. ഈ കൂടിയൊരുവിലേക്ക് അച്ഛനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കണ്ടാൽ പിന്നീട് ഒരിക്കലും മറക്കാത്ത സാന്നിധ്യം ആരാണ്? എൻ്റെ നാട്ടുകാരനും സുഹൃത്തും ഒക്കെയായി വർത്തിക്കുന്ന മെൽബൺ സീറോ മലബാർ രൂപതയുടെ ചാൻസലർ സിജീഷ് പുല്ലംകുന്നേൽ എബ്രഹാം അച്ഛനെ ഈ കൂടിവരവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫാദർ ഐസക് സാക്കി, ഈ പേരെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സാഗർ ഏലിയാസ് ജാക്കി എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ ഫാദർ ഐസക് സാക്കി വളരെ പവർഫുൾ ആയിട്ടുള്ള പേരാണ്. ഹീ ഈസ് മൈ കോപ്റ്റിക് ഫ്രണ്ട്. We stayed together in St. Patrick's Cathedral Presbytery for a few period of time. I have great respect for him and his church because of his precious friendship he is extended to me. Thank you so much for your presence during our Holy Kubono. Father Isaac is serving now as a chaplain of Coptic Catholic Community, Melbourne. A warm welcome to this gathering. Father Peter Newman is a good friend of ours. He is the assistant parish priest of our Holy Spirit Catholic Church, assistant to our Shabin Achan. On behalf of the church, I welcome you, dear Father, to this gathering. ഡോക്ടർ ജോജി തോമസ്, ഞങ്ങളുടെ ട്രസ്റ്റി എവിടെയാണ്? അവിടെയുണ്ട്. ഞായറാഴ്ച രാവിലെ സീറോ മലബാർ കുർബാനയിലും വൈകിട്ട് സീറോ മലങ്കര കുർബാനയിലും മുടങ്ങാതെ സംബന്ധിക്കുന്ന വ്യക്തി. അവിടെ സീറോ മലബാറുകാരൻ, ഇവിടെ സീറോ മലങ്കരക്കാരൻ. സാധിക്കുന്നിടത്തോളം സഭയോട് ചേർന്ന് നിന്ന് ദൈവത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിത്വം. വെസ്റ്റിൽ അഭിനന്ദ പിതാവിൻ്റെ അറിവിലേക്ക് സ്നേഹപൂർവ്വം ഞങ്ങൾ പറയുന്നു, അഭിമാനപൂർവ്വം പറയുന്നു, സീറോ മലബാർ സഭയുടെ ദേവാലയ നിർമ്മാണത്തിന് വികാരീശനോടൊപ്പം മുന്നിൽ നിന്ന് ചുക്കാൻ പിടിച്ച് ദേവാലയ നിർമ്മാണം പൂർത്തിയാക്കിയ മലങ്കരയുടെ മുഖവും മകനുമായ ഞങ്ങളുടെ ട്രസ്റ്റിയെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവസാനമായി ഈ കൂടിയൊരു സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന, മനോഹരമാക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ആദരവോടെ ഈ ഒരു കുടിവരവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. Thank you, Father, for your warm and heartfelt welcome. Your words truly resonate the spirit of the entire parish in what you shared as a message. I would now like to invite the Zero Malankara Catholic Church Choir to take over with a felicitation song.
ദൈവത്തിനടയാളമാകും ക്രിസ്തുവിൻ പുരോഹിത. ദൈവസ്നേഹത്തിനടയാളമാകും ക്രിസ്തുവിൻ പുരോഹിത. ദൈവത്തിനും ദൈവമക്കൾക്കുമായി ജീവനർപ്പിക്കും ഇടയനാണു നീ, ഞങ്ങൾക്കിടയനാണു നീ. ദൈവത്തിനും ദൈവമക്കൾക്കുമായി ജീവനർപ്പിക്കും ഇടയനാണു നീ, ഞങ്ങൾക്കിടയനാണു നീ. ദൈവസ്നേഹത്തിനടയാളമാകും ക്രിസ്തുവിൻ പുരോഹിത. നാഥനെ വഹിക്കും കരങ്ങളും സ്നേഹം പകർന്നേകും ക്രിസ്തുവിൻ ഹൃദയവും സേവന സജ്ജമായി നീങ്ങും നിൻ ജീവിതം എത്രയോ ശ്രേഷ്ഠമെൻ ക്രിസ്തുവിൻ പുരോഹിത. നാഥനെ വഹിക്കും കരങ്ങളും സ്നേഹം പകർന്നേകും ക്രിസ്തുവിൻ ഹൃദയവും സേവന സജ്ജമായി നീങ്ങും ജീവിതം എത്രയോ ശ്രേഷ്ഠമൻ ക്രിസ്തുവിൻ പുരോഹിത. ദൈവത്തിനും ദൈവമക്കൾക്കുമായി ജീവനർപ്പിക്കുമിടയനാണു നീ, ഞങ്ങൾക്കിടയനാണു നീ. ദൈവത്തിനും ദൈവമക്കൾക്കുമായി ജീവനർപ്പിക്കുമിടയനാണു നീ, ഞങ്ങൾക്കിടയനാണു നീ. ആശംസകൾ ആശംസകൾ നേരുന്നു ഞങ്ങൾ തൻ പ്രാർത്ഥനാശംസകൾ. ആശംസകൾ ആശംസകൾ നേരുന്നു ഞങ്ങൾ തൻ പ്രാർത്ഥനാശംസകൾ. സ്വർഗം നൽകിടും ദൈവത്തിൻ മക്കളെ നന്മതൻ പാതയിൽ മീച്ചിടൂ നീ എന്നും. ആത്മാവാം ദൈവം കൂടെയുണ്ടെപ്പോഴും നേരുന്നു ഞങ്ങൾ തൻ പ്രാർത്ഥനാശംസകൾ. സ്വർഗം നൽകിടും ദൈവത്തിൻ മക്കളെ നന്മതൻ പാതയിൽ മീച്ചിടൂ നീ എന്നും. ആത്മാവാം ദൈവം കൂടെയുണ്ടെപ്പോഴും നേരുന്നു ഞങ്ങൾ തൻ പ്രാർത്ഥനാശംസകൾ. ആശംസകൾ ആശംസകൾ നേരുന്നു ഞങ്ങൾ തൻ പ്രാർത്ഥനാശംസകൾ. ആശംസകൾ ആശംസകൾ നേരുന്നു ഞങ്ങൾ തൻ പ്രാർത്ഥനാശംസകൾ. ദൈവസ്നേഹത്തിനടയാളമാകും ക്രിസ്തുവിൻ പുരോഹിത. ദൈവസ്നേഹത്തിനടയാളമാകും ക്രിസ്തുവിൻ പുരോഹിത. ദൈവത്തിനും ദൈവമക്കൾക്കുമായി ജീവനർപ്പിക്കും ഇടയനാണു നീ, ഞങ്ങൾക്കിടയനാണു നീ. ദൈവത്തിനും ദൈവമക്കൾക്കുമായി ജീവനർപ്പിക്കും ഇടയനാണു നീ, ഞങ്ങൾക്കിടയനാണു നീ. ആശംസകൾ ആശംസകൾ നേരുന്നു ഞങ്ങൾ തൻ പ്രാർത്ഥനാശംസകൾ.
ആശംസകൾ ആശംസകൾ നേരുന്നു ഞങ്ങൾ തൻ പ്രാർത്ഥനാശംസകൾ. What a melodious performance. I just sat there mesmerized. I hope all of you loved that. Choir, thank you so much. Your voices always continue to touch our hearts. We'd now like to request Father Varghese Kurushingal to please come forward and express his felicitation message. സ്നേഹമുള്ള ജോൺ പിതാവേ, സ്നേഹമുള്ള വികാരിച്ച, സ്നേഹമുള്ള സഹോദര വൈദികരെ, പീറ്റർ ആൻഡ് ഐസ്, സ്നേഹമുള്ള ഇടവക ജനങ്ങളെ, അച്ഛന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഫിലിപ്പച്ചൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛന്മാർക്ക് വേണ്ടിയിട്ടൊന്ന് സംസാരിക്കാമോ? ഞാൻ ചോദിച്ചു, എന്നേക്കാൾ പ്രഗത്ഭരൊക്കെ അവിടെ ഉണ്ടല്ലോ. ഷാബിനച്ഛനുണ്ട്, ഷിബച്ചനുണ്ട്, സിജീഷ് അച്ഛനുണ്ട്, അവർക്കൊക്കെ ആയിക്കൂടെ? അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ്, അച്ഛൻ പ്രസംഗിച്ചാൽ മതി. അപ്പം ഞാൻ ചോദിച്ച്, എന്ത് പറയണം? അതറിയണമല്ലോ. അവരുടെ അടുത്ത് പറഞ്ഞ്, അച്ഛാ, മലങ്കര സഭയെക്കുറിച്ച് നല്ലത് പറയുക, പിന്നെ എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ്, അത് കൊള്ളാമല്ലോ, അത് ഏതായാലും ഞാൻ പറയാം. ഇപ്പം ഇവിടെ വന്നത് ഒരനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. സാധാരണ അങ്ങനെയൊന്നും ഞാൻ പോകാറില്ല, പള്ളിയിലൊക്കെ ജോലികളുണ്ടല്ലോ. ഫിലിപ്പച്ചൻ വിളിച്ചപ്പോൾ ഏതായാലും ഞാൻ വരാമെന്ന് തീരുമാനിച്ചു. അപ്പം അങ്ങനെ പിതാവും ഞാനും ഇവിടെ വരാനായിട്ട് അവസരം ലഭിച്ചു. അനുഗ്രഹമെന്ന് പറഞ്ഞത് ഇതെന്നെ പഴയ കാലത്തേക്ക് കൊണ്ടുപോയി. ഇന്നത്തെ കുർബാന ഇവിടെ ഇരിക്കുന്ന മറ്റച്ഛന്മാർക്കൊന്നും അത് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാൻ പറ്റില്ല. ഞാൻ മേജർ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മലങ്കര പ്രഗത്ഭരായ മലങ്കര അച്ഛന്മാരുടെ ശിക്ഷണം ലഭിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കിളിച്ചുമല അച്ഛൻ, നിങ്ങൾ അറിയുമെന്നറിയില്ല, കിളിച്ചുമല അച്ഛൻ, ആൻഡ് ഗീവർഗീസ് പണിക്കർ അച്ഛൻ, കേട്ടിട്ടുണ്ടല്ല? സെമിനാരിയിൽ മലങ്കര അച്ഛൻ കടന്നു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു പേരാണ് ഗീവർഗീസ് പണിക്കർ. അന്നത്തെ സെമിനാരിക്കാരായ ഞങ്ങളൊക്കെ ഗീവർഗീസ് അച്ഛൻ വരുന്നു എന്ന് പറയുമ്പോൾ വിറയ്ക്കും. അത്ര ശക്തനും പ്രഗത്ഭനുമായിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ പഠിച്ച 1-2 പേരെ ഓർക്കാനും എനിക്ക് സാധിച്ചു. നിങ്ങളറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു, മാങ്കുളം അച്ഛൻ, പുന്നക്കുളം അച്ഛൻ, വേറെ പല ഡയസിസുകളിലൊക്കെ ഉള്ള, തിരുവനന്തപുരം ഡയസിസിലാണ് പുന്നക്കുളം അച്ഛൻ. അങ്ങനെ അവരെയൊക്കെ എനിക്ക് ഓർക്കാനും സാധിച്ചു. പിന്നെ ഈ കുർബാന അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3 റീത്തുകൾ ഒരുമിച്ചാണ്. ഇപ്പം എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള സെമിനാറുകളിൽ പഠിക്കുന്നു. അങ്ങനെ പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഓരോ ആഴ്ചയിൽ ഒരു കുർബാന മലങ്കര റീത്തിലുണ്ടായിരിക്കും. ദീർഘമായ കുർബാനയാണെന്ന് എനിക്കറിയാമല്ലോ. കാലത്തിന് എഴുന്നേറ്റ് വരുന്നത് ഈ കുർബാനയ്ക്കാണ്. അപ്പം എങ്ങനെയായിരിക്കും എന്നൊക്കെ നിങ്ങൾക്കറിയാം. മുഴുവൻ സമയം നിൽക്കണമെന്നും അറിയാം. അപ്പോൾ ഞങ്ങളൊക്കെ ഈ പുറകിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് പ്രാർത്ഥിച്ചൊക്കെ കടന്നു പോന്നിട്ടുള്ള കുർബാനകളാണ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി ഇന്ന് ഈ കുർബാനയിൽ പങ്കുചേരാനായിട്ട് വിളിച്ചപ്പോൾ. കാരണം അന്നൊക്കെ ഞങ്ങൾ അകലെ നിന്നാണ് നോക്കിയെന്ന് വെച്ചത്, അകലെ നിന്ന്. ഇന്ന് തൊട്ടടുത്ത് ഫിലിപ്പച്ചൻ്റെ ഒപ്പം കുർബാനയിൽ പങ്കുചേരാനായിട്ട് സാധിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം ഒന്നാമത് തണുപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, പിന്നെ സമയം വൈകിയിട്ടുണ്ട്. ഫിലിപ്പച്ചനെ കുറിച്ച് പറയാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. മലങ്കര അച്ഛന്മാരെ കുറിച്ച് പറഞ്ഞല്ലോ, മലങ്കര പറഞ്ഞു. ഇനി ഫിലിപ്പച്ചൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം പിതാവ് ഇത്രയും ഭംഗിയായിട്ട് പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ലടാ. അത്ര മനോഹരമായിട്ട് പിതാവ് ഫിലിപ്പച്ചനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലാകുമെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും അച്ഛൻ്റെ ഈ പരിപാലന കൊണ്ട്, സ്നേഹം കൊണ്ട്, നേതൃത്വം കൊണ്ട്, കഴിവുള്ളൊരച്ഛനാണ്. കഴിവുകൊണ്ട് നിങ്ങളുടെ സമൂഹത്തിൽ സന്തോഷവും സമാധാനവും കാണാൻ സാധിക്കുന്നു. അതാണ് ഒരു ഇടവകയുടെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ ഇടവകയ്ക്ക് ഇട്ടിരിക്കുന്ന നല്ലൊരു അച്ഛനാണ്. ഇനി കൂടുതൽ പറയണോ?
വേണ്ടല്ലോ. നല്ലൊരു അച്ഛനാണ് ഫിലിപ്പ് അച്ഛൻ. നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്നറിയാം. ഞാൻ പലപ്പോഴും അച്ഛനെ എൻ്റെ ഇടവുകളിലൊക്കെ എൻ്റെ അവിടെയുള്ള വീടുകളൊക്കെ സന്ദർശിക്കുമ്പോൾ അച്ഛനെ കാണാറുണ്ട്, സന്തോഷം പങ്കുവെക്കാറുണ്ട്. പിന്നെ ഞാൻ ആദ്യമേ മുതൽ അച്ഛനെ കാണുന്നതാണ്. ഇവിടെ വന്നപ്പോൾ മുതൽ എനിക്ക് അച്ഛനെ കാണാനുള്ള അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവം ധാരാളമായിട്ട് കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ. നിർത്താൻ പറഞ്ഞാണത്, ഇങ്ങനെ കാണിച്ചിട്ടെ നിർത്താൻ പറഞ്ഞാണ്. അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇതിൻ്റെ അടുത്ത് ഒരു ചെറുകഥ ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട്. അപ്പോൾ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീരും. അതായത് ഒരു നിരാശയുള്ള ഒരു മനുഷ്യൻ ഒരു കടയുടെ മുമ്പിൽ ചെന്നിട്ട് കടക്കാരോട് ചോദിക്കുന്നു, ആത്മഹത്യ പലതരത്തിൽ ചെയ്യാനുള്ള പുസ്തകം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കടക്കാരൻ വളരെ സരസമായിട്ട് പറഞ്ഞു, ആ പുസ്തകം തീർന്നുപോയി, വിറ്റ് തീർന്നുപോയി, പുതിയൊരു പുസ്തകമുണ്ട്, ജീവിതം മുന്നോട്ട്, വീണ്ടും ജീവിതം വീണ്ടും എന്നുള്ളൊരു CD ഉണ്ട്, അത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ ദേഷ്യപ്പെട്ടു. അപ്പോൾ ഈ മനുഷ്യനോട് ഈ കടക്കാരൻ വളരെ സൗമ്യനായിട്ട് പറയുകയാണ്, ജീവിതം എന്നുള്ളത് ഒരു ചെറുതാണ്, നമുക്കതിനെ ഒന്ന് കാണാൻ മാത്രം സാധിക്കുകയുള്ളൂ. എന്നിട്ട് ഇയാൾ വീണ്ടും കൂട്ടിച്ചേർക്കുകയാണ്, ഈ ജീവിതത്തെ നമുക്ക് പല രീതിയിലുള്ള കണ്ണാടകൾ കൊണ്ട് കാണാൻ സാധിക്കും. ഏറ്റവും നല്ല കണ്ണാട ആർത്തിയില്ലാത്ത കണ്ണാടയാണ്. ആർത്തി കൊണ്ട് ഇന്ന് മനുഷ്യർ എല്ലാം കിട്ടുന്നത് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ്. കൊടുക്കുക, അവിടെയാണ് സന്തോഷം ഉണ്ടാകുക. സന്തോഷത്തിലാണ് ജീവിതം കാണാൻ സാധിക്കുക. സ്നേഹമുള്ളവരെ, ദൈവം സന്തോഷമുള്ളവരിൽ ജീവിക്കുന്നു, നിങ്ങളിൽ ജീവിക്കുന്നു, നിങ്ങളുടെ സമൂഹത്തിൽ ജീവിക്കുന്നു. എന്നും ദൈവം വളരട്ടെ, സ്നേഹത്തിൽ വളരട്ടെ, പങ്കുവെക്കലിലൂടെ വളരട്ടെ. നിങ്ങളുടെ സമൂഹം കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് വളരട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വർഗീസ് അച്ഛാ. അടുത്തതായി അഭിവന്യ പിതാവിന് ആശംസകൾ നേരുന്നതിനായി കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റ് പ്രസിഡന്റ് ശ്രീ ജസിൽ മാത്യു സൈമണിനെ ക്ഷണിക്കുന്നു. അഭിവന്യ മാർ ജോൺ പനത്തോട്ടത്തിൽ പിതാവേ, ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഫാദർ ഫിലിപ്പ് വെട്ടിക്കാട്, മറ്റു വൈദികരെ ആൻഡ് അതർ റവറൻറ്റ് പ്രീസ്റ്റ്, കമ്മിറ്റി അംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഞാൻ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ പ്രതിദാനം ചെയ്യുന്നത് MCYമാണ്. ഞങ്ങൾ കുറച്ച് ആളുകളുള്ളെങ്കിൽ പോലും വളരെ ഊർജ്ജസ്വലമായിട്ട് യുവജനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇവിടെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കർത്തവ്യം എന്നത് പിതാവിന് ആശംസ പറയുക എന്നതാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്കു വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അവൻ തന്നെ ബലഹീനനായതുകൊണ്ടും അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി എന്ന പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലി സമർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല. CMA സഭയിൽ അംഗമായിരുന്ന പിതാവ് അനേകം വൈദികരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട, ഈ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അനേകം ആൾക്കാരുടെ ഇടയിൽ നിന്ന് വിളിക്കപ്പെട്ട ഒരു സ്ഥാനമാണ് പിതാവിന് നൽകപ്പെട്ടിരിക്കുന്നത്. ഈശോയോടുള്ള വിശ്വസ്തയോടെ വിശ്വാസത്തിൽ ജനങ്ങളെ നിലനിർത്താനുള്ള ആത്മീയ ശക്തിയും കൃപാവരവും പിതാവിന് എന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആഗോള കത്തോലിക്കാ സഭയ്ക്കും അതോടൊപ്പം തന്നെ പ്രവാസികളായിരിക്കുന്ന നമുക്കും ഓസ്ട്രേലിയയിലെ സഭയ്ക്കും പിതാവിൻ്റെ സേവനം എന്നും
കരുത്തായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മലങ്കര സഭയെയും അങ്ങയുടെ പ്രാർത്ഥനകളിൽ ഓർക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. പ്രവാസികളായ നമുക്ക് ആത്മീയ ഉണരേകുവാൻ പിതാവിൻ്റെ സാമീപ്യം എന്നും അനുഗ്രഹപ്രദമാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Thank you, Jessel. Our MCYM members are the ones who continue to bring their energy every day to building our community. So we hope the blessings of this day carry to all of them. I'd now like to invite Rose and group for a dance performance. I love Jesus, I love Jesus, He's my friend, He's my friend. I will never leave Him, I will never leave Him, He's my friend, He's my friend. I love Jesus, I love Jesus, He's my friend, He's my friend. I will never leave Him, I will never leave Him, He's my friend, He's my friend. I love Jesus, I love Jesus, He's my friend, He's my friend. I will never leave Him, I will never leave Him, He's my friend, He's my friend. I love Jesus, I love Jesus, He's my friend, He's my friend. I will never leave Him, I will never leave Him, He's my friend, He's my friend. That was very well done, children. I thought there was a lot of talent in display. Well done. അടുത്തതായിട്ട് മലങ്കര കാത്തലിക് മദേഴ്സ് ഫോറത്തിനെ പ്രതിനിധീകരിച്ച് അഭിമന്യ പിതാവിന് ആശംസകൾ അർപ്പിക്കാൻ ശ്രീമതി സിമി ഷിബിനെ ക്ഷണിക്കുന്നു. അഭിവന്യ ജോൺ പനന്തോട്ടത്തിൽ പിതാവേ, സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, സഹോദരി സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. ഇവിടെ മെൽബണിൽ മലങ്കര കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷത്തോളമായെങ്കിലും ഇതാദ്യമായാണ് നമ്മുടെ സഹോദര സഭയായ സീറോ മലബാർ സഭയിൽ നിന്ന് ഒരു പിതാവ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ സീറോ മലബാർ സഭയും മലങ്കര സഭയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. ഏകദേശം 16 നൂറ്റാണ്ടോളം കേരളത്തിൽ മാർത്തോമ ക്രിസ്ത്യാനികൾ എന്ന പേരിൽ ഒരൊറ്റ സഭയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഈ മാർത്തോമ ക്രിസ്ത്യാനികളിൽ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഭാഗമായി നിൽക്കുന്നത് സീറോ മലബാർ സഭയും മലങ്കര കത്തോലിക്ക സഭയും മാത്രമാണ്. ഈ അവസരത്തിൽ ഇവിടുത്തെ അമ്മമാരെ പ്രതിനിധീകരിച്ച് ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന കുറച്ച് അമ്മമാരെങ്കിലും സീറോ മലബാർ സഭയിൽ ജനിച്ചു വളർന്ന് വിവാഹത്തോടെ മലങ്കര കത്തോലിക്ക സഭയുടെ ഭാഗമായി തീർന്നവരാണ്. ഇങ്ങനെ നോക്കുമ്പോൾ പിതാവ് പറഞ്ഞ പോലെ നമ്മുടെ സഭകൾ തമ്മിൽ അഭേദ്യമായ ബന്ധവും കൂടപ്പിറപ്പുകളുമാണ് നമ്മൾ. അഭിവന്യ പിതാവേ, അങ്ങയുടെ എല്ലാ സഭാ പ്രവർത്തനങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഇന്ന് ഇവിടുത്തെ എല്ലാ അമ്മമാരുടെയും പേരിൽ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. അങ്ങയുടെ ഈ സന്ദർശനവും മെൽബണിലുള്ള അങ്ങയുടെ സാന്നിധ്യവും നമ്മുടെ സഭകൾ തമ്മിൽ ഒത്തുചേർന്ന് ധാരാളം പ്രവർത്തനങ്ങൾക്ക് വഴിയാകട്ടെ എന്നും അങ്ങനെ നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം ഇവിടുത്തെ എല്ലാ ജനങ്ങളിലും എത്തിക്കുന്നതിന് കാരണമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മുമ്പോട്ടുള്ള യാത്രയിൽ പരിശുദ്ധാത്മാവ് അവിടുത്തെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Mrs. Simi. This is truly turning out to be a wonderful evening, especially after that little dance. So we cannot now miss our catechism students, requesting them to step forward for a next act.
That was so well done. Wonderfully done, children. അടുത്തതായി മലങ്കര കാത്തലിക് ചിൽഡ്രൻസ് ലീഗിന് വേണ്ടിയിട്ട് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ആശംസാ പ്രസംഗം നടത്തുന്നതിനായി അന്ന മരിയെ ക്ഷണിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നീ കൂട്ടായ്മയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട അഭിവന്യമാർ ജോൺ പനന്തോട്ടത്തിൽ പിതാവേ, വികാരിയച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഞാനിന്നിവിടെ ആയിരിക്കുന്നത് മലങ്കര സഭയുടെ കുട്ടികൾക്കായുള്ള സംഗമമായ മലങ്കര കാത്തലിക് ചിൽഡ്രൻസ് ലീഗിൻ്റെ പേരിലുള്ള ആശംസ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. ആദ്യമേ തന്നെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക്, നമ്മുടെ ഈ കുടുംബത്തിലേക്ക് ഒരു അംഗത്തെ പോലെ കടന്നു വന്ന അഭിവന്യ മാർ ജോൺ പനന്തോട്ടത്തിൽ പിതാവിനെ പറ്റി പറയുകയാണെങ്കിൽ, ദൈവജനത്തിനു വേണ്ടി, സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാകുവാനും തൻ്റെ ജനത്തിനു വേണ്ടി സ്വർഗത്തിലെ നൽവരങ്ങൾ സ്വർഗം ചായ്ച്ച് തൻ്റെ മക്കൾക്ക് നൽകുവാനും വേണ്ടി വിളിക്കപ്പെട്ട അഭിവന്യ പിതാവിനെ നമുക്ക് പ്രാർത്ഥനയോടെ ഓർക്കാം. നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമെന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യമേ തന്നെ ഓർമ്മ വരിക, ഞാൻ മുന്നേ കേട്ടൊരു കൊച്ചു കഥയാണ്. അത് റോമിലെ സെൻറ്റ് ക്ലെമൻ ബസിലിക്കയെ പറ്റിയാണ്. 12-ാം നൂറ്റാണ്ടിൽ പണിയപ്പെട്ട ആ ബസിലിക്ക ഒരിക്കൽ ഗവേഷകർ കുഴിച്ചു നോക്കിയപ്പോൾ 4-ാം നൂറ്റാണ്ടിൽ പണിയപ്പെട്ട ഒരു ദേവാലയം കണ്ടെത്തി. പിന്നീട് കുഴിച്ചു നോക്കിയപ്പോൾ 2-ാം നൂറ്റാണ്ടിൽ പണിയപ്പെട്ട ഒരു കൊച്ചു ഭവനം കണ്ടെത്തി. ആ ഭവനം റോമിലെ തന്നെ സെൻറ്റ് ക്ലെമൻ ഫ്ലാവിയോസിൻ്റെ ഭവനമായിരുന്നു. ആ ഭവനത്തിൽ നിന്ന് റോമൻ സഭയുടെ പ്രകാരം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അതിൽ ചരിത്രം ഇപ്രകാരം പറയുന്നു: ഒരു ഭവനത്തിൽ നിന്ന് ആരംഭിച്ച് ഒരു ദേവാലയമായി, ഒരു ബസിലിക്കയായി, മറ്റ് രൂപതകളായി, സഭകളായി ഇന്ന് വളർന്നു വരുന്നുണ്ടെന്ന്. ഈ റോമൻ സഭ എന്ന് പറയുന്നത് അത് എല്ലാ സഭകളെയും, പ്രത്യേകിച്ച് കേരളത്തിലെ കത്തോലിക്ക സഭകളെയും കുറിച്ച് പറയുമ്പോഴും അങ്ങനെയാണ്. ചെറിയ ഭവനങ്ങളിൽ നിന്ന് ദേവാലയങ്ങൾ, രൂപതകൾ, അങ്ങനെ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുടുംബത്തിലെ തന്നെ ഒരു അംഗമായി ഇവിടെ എത്തിയിരിക്കുന്ന അഭിമന്യ പിതാവിനെ നമ്മോടൊപ്പം ആയിരിക്കുമ്പോൾ നമ്മുടെ ഒരു കുടുംബാംഗം നമ്മോടൊപ്പം ആയിരിക്കുന്നത് തന്നെയാണ് നമ്മെ സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കുടുംബാംഗമായിരിക്കുന്ന അഭിമന്യ പിതാവ് നമ്മോടൊപ്പം ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനവും ഏറെ സന്തോഷവും നൽകുന്നത് തന്നെയാണ്. ഈ ഒരു അവസരത്തിൽ അഭിമന്യ പിതാവിൻ്റെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ കുടുംബാംഗമായി ഇവിടെ എത്തിച്ചേർന്നതിലും നമ്മളോടുള്ള, മലങ്കര സഭയോടുള്ള ഏറെ വാത്സല്യവും സ്നേഹത്തിൻ്റെ പേരിൽ നമ്മോട് കൂടി ആയിരിക്കുകയും ചെയ്യുമ്പോൾ മലങ്കര സഭയുടെ പേരിലും പ്രത്യേകമായി കുട്ടികളുടെ സംഘടനയായ മലങ്കര കാത്തലിക് ചിൽഡ്രൻസ് ലീഗിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള ഹൃദയം നിറഞ്ഞ ആശംസകളും പ്രാർത്ഥനകളും ഞാൻ നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. Thank you, Anna. As we move towards the close of this evening, we are deeply aware of the blessings that evenings like this bring in our lives. And as a mark of our respect from this church to the Eparchy of Melbourne, I will now request Father Philip to please share a memento of affection. I also invite His Excellency to please accept it on our behalf. Thank you, Father. Dear Excellency, we hope this memento stays as a symbol of our respect to the Eparchy and to His Excellency himself. I will now request Dr. Georgie Thomas, our trustee, to please share a gift on behalf of the parish. Thank you, Dr. Georgie. On this note, I humbly request His Excellency to please share his message and blessings with us. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും വളരെ പ്രത്യേകവിധമായി ഞാൻ നന്ദി അർപ്പിക്കുന്നു. നിങ്ങളെന്നെ ഒരു കുടുംബാംഗം എന്ന നിലയിൽ ഇവിടെ ക്ഷണിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സിറോ മലബാർ സഭയ്ക്ക് വേണ്ടിയും പ്രത്യേകവിധമായി മെൽബൺ രൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആശംസ നേരുകയും നിങ്ങളുടെ എല്ലാ, പ്രത്യേകിച്ച് ഇടവക സമൂഹത്തിൻ്റെ പ്രതിനിധികളെല്ലാം വന്ന് ആശംസ നേരുകയും നല്ല വാക്കുകൾ പറയുകയും ഒക്കെ ചെയ്തതിന് നന്ദിയോടെ ഞാൻ ഈ അവസരത്തിൽ കടപ്പാടും നന്ദിയും നിങ്ങളെ അറിയിക്കുന്നു. എനിക്കും ഞാൻ എൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ കുടുംബാംഗങ്ങളാണ്. നമ്മൾ ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്. പ്രത്യേകവിധമായിട്ട് പ്രവാസികളെന്ന നിലയിൽ നമ്മൾ കൂടുതലായിട്ടും കുടുംബാംഗങ്ങളെപ്പോലെ, കുടുംബാംഗങ്ങളെന്ന നിലയിൽ
ജീവിക്കേണ്ടതുണ്ട്. പരസ്പരം പ്രോത്സാഹിപ്പിച്ചും പ്രാർത്ഥിച്ചും ഈ കൂട്ടായ്മ നമ്മൾ ബലപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പ്രത്യേകവിധമായി നന്ദിയോടെ ഓർക്കുന്നത് ഡോക്ടർ ജോജിയൊക്കെയാണ്. ഒരേ സമയം തന്നെ സിറ മലബാർ സഭയും ഒരേ കുടുംബം പോലെയാണ്. എത്ര സമയം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ ആ ചരിത്രമൊക്കെ പഠിക്കാറുണ്ട്. അവിടെ പള്ളി പണിയുന്ന സമയത്തൊക്കെ ഒരുപാട് അത്യധ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ അത് ഒരു വ്യക്തിയുടെ ഇതല്ല, ഒരു സമൂഹത്തിൻ്റെ കൂട്ടായ്മയാണ്. അതൊക്കെയാണ് അത് കാണിക്കുന്നത്. പിന്നീട് ഫിലിപ്പച്ചൻ വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരികയല്ലേ ഇത് ഫിലിപ്പച്ചനെ ക്ഷണിക്കുകയത്. അപ്പോൾ അത് കാണുന്നത് എന്താ പറയുക, മെഗ്നാനിമിറ്റി, ഒരു വലിയ മനസ്സുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ അവസരത്തിൽ ഒറ്റ വാക്കിൽ ഓരോരുത്തരോടും പ്രത്യേകവിധമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. എനിക്ക് ഒരു കാര്യം മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ, ഒറ്റൊരു കാര്യം മാത്രമേ ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ എന്തിനാണ് നമ്മളിങ്ങനെ ചെറിയ, അതായത് ഈ ദേവാലയം ഒരു കുടുംബമായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ പൈതൃകമായി കിട്ടിയിരിക്കുന്ന ആ പാരമ്പര്യത്തെയും ആരാധന രീതിയും ദൈവത്തെ സ്തുതിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്നുണ്ട് നമുക്ക് കിട്ടിയ ആ പ്രത്യേക ദൈവ സന്ദേശം അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കണം. അപ്പോൾ ഇവിടെ കുട്ടികളുണ്ട്. ഇവിടെ അവർ വളരെ നമ്മളെ ഓരോരുത്തരെയും ഇങ്ങനെ വളരെ കാര്യമായിട്ട് ദേ ആർ ഒബ്സേർവിങ് അസ്. അവരുടെ ഒരു ബ്ലോട്ടിംഗ് പേപ്പർ പോലെയാണ് അവരുടെ മൈൻഡ്. ദേ ആർ ക്ലോസ്ലി ഒബ്സേർവിങ് അസ്. എന്തൊക്കെ വാട്ട് എവർ ഹാപ്പൻസ് ഹിയർ അത് അവരെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടായ്മയൊക്കെ ഇവിടെ സംഭവിക്കുമ്പോൾ അറിയാതെ നമ്മൾ അവരുടെ മനസ്സിലേക്ക് ഈ കൂട്ടായ്മയുടെയൊക്കെ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് പ്രവാസികളായിട്ട് ഇവിടെ വരുമ്പോൾ ഓസ്ട്രേലിയൻ സമൂഹത്തിനൊരു പ്രത്യേകതയുണ്ട്, ഹൈലി സെക്കുലറൈസ്ഡ് ആണ്. ഈ കുട്ടികൾ പഠിക്കുന്ന സ്ഥലവും നമ്മുടെ യങ്സ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്ന സ്ഥലവും ഒക്കെ ഹൈലി സെക്കുലറൈസ്ഡ് ആണ്. അതായത് ദർ ഇസ് നോ നീഡ് ഓഫ് ഗോഡ്, ദർ ഇസ് നോ നീഡ് ഓഫ് ഫെയ്ത്ത്. അപ്പം ഇതാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് നമ്മൾ നല്ല പ്രോത്സാഹനം കൊടുക്കണം വിശ്വാസത്തിൽ വളരുവാനായിട്ട്. അപ്പോൾ എങ്ങനെ ഇത് കൊടുക്കാൻ സാധിക്കും? 3 കാര്യങ്ങളേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ദ ബെസ്റ്റ് കാറ്റക്കിസം സ്കൂൾ ഇൻ ദിസ് യൂണിവേഴ്സ് ഈസ് അവർ ഫാമിലി. നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം കിട്ടേണ്ടത്. ദ ബെസ്റ്റ് കാറ്റക്കിസം ടീച്ചേഴ്സ് ഇൻ ദിസ് യൂണിവേഴ്സ് ആർ പാരൻസ്. അപ്പനെ അമ്മയാണ് അതുങ്ങൾ ആദ്യം നോക്കുന്നത്. എങ്ങനെയാണ് ഇവർ ഈ വിശ്വാസം ജീവിക്കുന്നത്, എങ്ങനെയാണ് ഈ കൂട്ടായ്മ വളർത്തുന്നതെന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതെന്ന് അപ്പനെ അമ്മയാണ്. അതുകൊണ്ട് ബെസ്റ്റ് എക്സാമ്പിൾ. ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഈസ് ഗിവിങ് എക്സാമ്പിൾ. ഏറ്റവും നല്ല പെഡഗോജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിവിങ് എക്സാമ്പിളാണ്. പിള്ളേർക്ക് വേണ്ടത് ഒരുപാട് ഉപദേശങ്ങളല്ല, ദേ നീഡ് ഗുഡ് എക്സാമ്പിൾസ്. അപ്പോൾ ഐ എം 100% ഷുവർ ദാറ്റ് വി ആർ ഗിവിങ് ഗുഡ് എക്സാമ്പിൾസ് ടു അവർ ചിൽഡ്രൻ. അപ്പോൾ ഒരിക്കൽ കൂടി പ്രത്യേകിച്ച് ഫിലിപ്പച്ചനെയും നിങ്ങളെ ഓരോരുത്തരെയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വൈദികരെയും വളരെ നന്ദിയോടെ ഓർക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകവിധമായി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം പ്രത്യേകവിധമായി ഞാൻ തേടുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Thank you very much, Your Excellency. Thank you for reminding us about being Catholic, what it means to be a family, community, and more importantly, role models for our next generation. Your words have truly touched us, and I hope we take this message in our hearts and share it forward with our family and friends when we go back today. I would like to invite Mr. Jaiju Joshi, our secretary, to share his vote of thanks and formally close this evening. പ്രിയ ബഹുമാനപ്പെട്ട മാർ ജോൺ പനന്തോട്ടത്തിൽ പിതാവേ,
പ്രിയ വൈദികരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെയും മെൽബൺ മലങ്കര കത്തോലിക്ക കമ്മ്യൂണിറ്റിയുടെയും ചരിത്ര പുസ്തകങ്ങളിൽ സുവർണ ലിപികളാൽ ആലേഖനം ചെയ്യപ്പെടേണ്ട ഒരു സുദിനമാണിന്ന്. 10 വർഷങ്ങൾക്ക് മുമ്പ് 2013 ഡിസംബറിൽ മെൽബണിൽ നടന്ന 2 ചരിത്രപ്രധാന സംഭവങ്ങളുടെ ഓർമ്മ പുതുക്കൽ കൂടിയാണിന്ന്. നമ്മുടെ മെൽബൺ മലങ്കര സുറിയാനി കത്തോലിക്ക കമ്മ്യൂണിറ്റിയും സീറോ മലബാർ മെൽബൺ രൂപതയും ജന്മമെടുത്തത് വെറും 10 ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണെന്ന് എത്ര പേർക്കറിയാം? നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി നാം സീറോ മലബാർ മെൽബൺ രൂപതയുടെ ഇടയനെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്ത മനോഹരമായ കാഴ്ചകളാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരുന്നത്. ഇനി ഞാൻ എന്നെ പരമേൽപ്പിച്ച കാര്യത്തിലേക്ക് കിടക്കട്ടെ. ഇന്ന് ഞങ്ങൾ ഉറക്കമുണർന്ന നിമിഷം മുതൽ ഇതുവരെ ഞങ്ങളെ യാതൊരു ആപത്തും കൂടാതെ കാത്തു പരിപാലിച്ച ഞങ്ങളുടെ സ്വർഗീയ പിതാവിന് വാക്കുകളോട് മാത്രം നന്ദി അർപ്പിച്ചാൽ മതിയാവില്ല. താങ്ക് യു ലോർഡ് ഫോർ ഓൾ യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് ഫോർ കീപ്പിംഗ് us സേഫ് അണ്ടിൽ ദിസ് മൊമെൻറ്റ്. തൻ്റെ തിരക്കേറിയ ജീവിതത്തിൽ നിന്നും കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരികയും അങ്ങയുടെ വിലയേറിയ സാന്നിധ്യത്തിലൂടെയും വിശുദ്ധ കുർബാന മധ്യേ ദൈവവചനം വിസ്തീരിച്ചു തന്നതിലൂടെയും ഞങ്ങളുടെ ഈ ചെറിയ പ്രോഗ്രാമിൽ വളരെയധികം സ്നേഹത്തോടെ അതിലുമധികം ക്ഷമയോടെ ആദ്യാവസാനം പങ്കെടുക്കുകയും ചെയ്ത സീറോ മലബാർ മെൽബൺ രൂപതയുടെ ഇടയനായ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മാർ ജോൺ പനന്തോട്ടത്തിൽ പിതാവിന് മെൽബണിലെ മലങ്കര സുറിയാനി കത്തോലിക്ക കൂട്ടായ്മയുടെയും എൻ്റെ വ്യക്തിപരമായ നാമത്തിലും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. അടുത്തതായി നന്ദി പറയേണ്ടത് മെൽബണിലെ മലങ്കര സുറിയാനി കത്തോലിക്ക കൂട്ടായ്മയുടെ ഈ സുപ്രധാന ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനായി ഇവിടെ വരികയും ആദ്യാവസാനം ഞങ്ങളോടുകൂടി ആയിരിക്കുകയും വിശുദ്ധ കുർബാനയിൽ സഹകാർമ്മികരായി ഞങ്ങളോടുകൂടെ വിശുദ്ധ ബലി അർപ്പിക്കുകയും ചെയ്ത എല്ലാ പ്രിയ വൈദികർക്കുമാണ്. താങ്ക് യു ഫാദർ വർഗീസ്, ഫാദർ ഷാബിൻ, ഫാദർ ഷിബു, ഫാദർ സിജേഷ്, ഫാദർ ഐസക് for being with us today on this special occasion, for being a part of our family and transforming this day to a remarkable day of celebrations. Father Peter, I missed your name, sorry. And also Father Peter and Dr. Georgie. ഇന്നത്തെ ഈ പ്രോഗ്രാം വളരെ ഭംഗിയായി ഓർഗനൈസ് ചെയ്യുകയും എല്ലാ കാര്യങ്ങളും മാസങ്ങൾക്ക് മുമ്പേ തന്നെ പ്ലാൻ ചെയ്ത് വേണ്ട വിധത്തിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഇത്രയും വിജയകരമായി നടത്തുവാൻ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ചാപ്ലിൻ ഫാദർ ഫിലിപ്പ് വെട്ടിക്കാട്ടിലിന് നന്ദി പറയാതിരിക്കാൻ ആർക്കാണ് കഴിയുക? താങ്ക് യു ഫിലിപ്പച്ച. ഇനി നന്ദി പറയേണ്ടത് ഇന്നിവിടെ കലാപരിപാടികൾ അവതരിപ്പിച്ച നമ്മുടെ കുഞ്ഞുമക്കൾക്കും അവരെ അതിന് തയ്യാറാക്കിയ മാതാപിതാക്കൾക്കും കാറ്റഗിസം ടീച്ചേഴ്സിനുമാണ്. എല്ലാ പ്രോഗ്രാമുകളും വളരെ നന്നായിരുന്നെന്ന് പറയാതിരിക്കാൻ വയ്യ. Thank you, dear children, for your amazing performance, and thank you, catechism teachers and parents, for your wonderful support in preparing them. ഇനി അടുത്തതായി നന്ദി പറയേണ്ടത് ഈ ദിവസത്തിൻ്റെ ആദ്യാവസാനം വേദിയുടെ മുന്നിലും പിറകിലുമായി തങ്ങളെ ഏൽപ്പിച്ച ഓരോ ചുമതലകൾ വളരെ ഉത്തരവാദിത്തോടെ നിർവഹിച്ച എല്ലാ വ്യക്തികൾക്കും, കമ്മിറ്റിക്കാർക്കും, കൊയർ ഗ്രൂപ്പിനും, മറ്റിടവക അംഗങ്ങൾക്കും, ഫോട്ടോഗ്രാഫേഴ്സിനും, കാറ്ററിംഗുകാർക്കുമാണ്. നിങ്ങളുടെ കഠിനാധ്വാനം ഇല്ലാതെ ഇതൊന്നും ഒരിക്കലും ഇത്രയും ഭംഗിയായി നടക്കില്ല. താങ്ക് യു എവരിവൺ ഹു മേഡ് ദിസ് മൈൽ സ്റ്റോൺ ഇവന്റ് എ ഗ്രേറ്റ് സക്സസ്. ആരുടെയും പേരെടുത്ത് പറയാത്തത് മനഃപൂർവ്വമാണ്. കാരണം ഇത് നമ്മുടെ പ്രോഗ്രാമാണ്. നമ്മുടെ എല്ലാം കൂട്ടായ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളുമാണ് ഈ പ്രോഗ്രാമിനെ വിജയമാക്കി മാറ്റിയത്. താങ്ക് യു എവരിവൺ ഫോർ യുവർ ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ ടു മേക്ക് ദിസ് ഹാപ്പൻ. ഇതുവരെ പറഞ്ഞതിൽ ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി നന്ദിയുടെയും പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്.